വയനാട് കുറുവ ദ്വീപിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വാച്ചർ മരിച്ചു. വാച്ചർ പോൾ VP ആണ് മരിച്ചത്. അല്പം മുൻപാണ് പോളിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. രാഹുൽ KV ചേരുന്നു. രാഹുൽ, വിവരങ്ങൾ. രതീഷ്, അത്യന്തം ദുഃഖകരമാണ്. കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നതാണ്. രാവിലെ 9:30 കൂടിയാണ് പോളിനെ കാട്ടാന ആക്രമിച്ചത്. അതായത് കുറുവ ദ്വീപ് എക്കോ ടൂറിസം കേന്ദ്രത്തിലെ ജീവനക്കാരനാണ്. ജോലിക്ക് പോകുന്ന സമയത്ത് കാട്ടാനയുടെ മുന്നിൽ പെടുകയായിരുന്നു. ഇത് പാക്കം കുറുവ ദ്വീപ് റൂട്ടിൽ ചെറിയ മല വനമേഖലയിൽ വെച്ചാണ് പോളിനെ കാട്ടാന ആക്രമിച്ചത്. ജോലിക്ക് പോകുന്ന വഴി കാട്ടാന കൂട്ടത്തിന് മുന്നിൽ പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് ഭയന്നോടിയ സമയത്ത് പിന്നാലെ എത്തിയ കാട്ടാന പോളിനെ ചവിട്ടുകയായിരുന്നു. ആദ്യം മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നത്. വാരിയലിനുൾപ്പെടെ പരിക്കേറ്റിരുന്നു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. അത് റോഡ് മാർഗം എത്തിക്കണമോ അതോ എയർ ആംബുലൻസിന്റെ സഹായം തേടണമോ എന്ന തരത്തിൽ ഉൾപ്പെടെ ചർച്ചകൾ വന്നിരുന്നു. പിന്നീട് ആംബുലൻസിലാണ് പോളിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്. 12:58 മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ട് 2:55 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോളിനെ കൊണ്ടുവന്നിരുന്നു. തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. അതായത് ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് പോലീസിന്റെ സഹായത്തോടു കൂടി പോളിനെ 1 മണിക്കൂർ 57 മിനിറ്റ് കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ദൗർഭാഗ്യകരമായി 3:25 പോളിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം പോള് മരണപ്പെടുകയാണ് ഉണ്ടായത്. പറഞ്ഞ രാവിലെ 9:30 ജോലിക്ക് പോകുന്ന സമയത്ത് പോളിനെ കാട്ടാന ആക്രമിച്ചത്. ആവശ്യമെങ്കിൽ എയർ ലിഫ്റ്റ് ചെയ്യും, എയർ ആംബുലൻസ് ഉപയോഗിക്കുമെന്നൊക്കെ മന്ത്രി പറയുന്നുണ്ടായിരുന്നല്ലോ. പിന്നെ എന്താണ് സംഭവിച്ചത്? റോഡ് മാർഗം കൊണ്ടുപോകാനുള്ള കാരണം എന്താണ്? ഇപ്പോൾ റോഡിലൂടെ വളരെ വേഗത്തിലെത്തി 2 മണിക്കൂറിൽ താഴെ 2 മണിക്കൂർ കഷ്ടി സമയം കൊണ്ട് കോഴിക്കോട് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആംബുലൻസ് ഡ്രൈവറുടെയും അതിന് ക്രമീകരണം ഏർപ്പെടുത്തിയ ആളുകളുടെയും ഒന്നും സേവനം കുറച്ച് കാണുന്നതല്ല. പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചത്? എയർ ആംബുലൻസ് ഒക്കെ പറഞ്ഞിട്ട് രതീഷ്, അത് 2 മാർഗമാണ് മുന്നിലുണ്ടായിരുന്നത്. മാനന്തവാടിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാൻ അത് മന്ത്രി പറഞ്ഞതാണ്. ഒന്ന്, ആംബുലൻസിന്റെ സഹായം, ICU ആംബുലൻസിന്റെ സഹായത്തോടു കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക്, അല്ലെങ്കിൽ എയർ ആംബുലൻസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എന്നതാണ്. പക്ഷേ എയർ ആംബുലൻസിന്റെ സഹായം തേടാമെന്ന് തീരുമാനിച്ചാൽ തന്നെയും മെഡിക്കൽ സഹായം ആംബുലൻസിൽ ലഭ്യമല്ല എന്ന് ഉള്ളതുകൊണ്ട് കണ്ടതുകൊണ്ട് ആംബുലൻസിന്റെ സഹായം തേടാനുള്ള ഒരു സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടാണ് റോഡ് മാർഗം തന്നെ എത്തിച്ചത് എന്നാണ് രാഹുൽ റിപ്പോർട്ട് ചെയ്യുന്നത്.